ഡേ 3. അതെ, ഇന്നലത്തെ അതേ ഡ്രസ്സ്, കുളിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇന്നലത്തെ ഡേ 2 ലോഡ് കൂടി ഭയങ്കര ടയർഡായി, എല്ലാം പോയി, ഒന്നിനും വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. നമുക്ക് ഫ്ലൈറ്റ് ക്യാൻസലേഷനൊക്കെ വന്ന കാരണം കൊണ്ട് ഹോച്ചിമിൻ സിറ്റിയിൽ 4 ദിവസം പ്ലാൻ ചെയ്തെങ്കിലും നമുക്ക് 3 ദിവസം കിട്ടുള്ളൂ. പിന്നെ ഇന്നലത്തെ കൂച്ചി ടണൽ യാത്രയിൽ ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും ചെയ്തു. അതുകൊണ്ട് ഡേ 3 എന്ന് പറയുന്നത് ഒരു ചിൽ ഡേ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. നമ്മളപ്പോൾ ഫസ്റ്റായിട്ട് പോകുന്നത് മസാജിനാണ്. അപ്പോൾ അവർ നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇനി അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ മസാജിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതവരുടെ ദൈവമാണ്. അപ്പോൾ ഇവർ ദൈവത്തിനുള്ള കാര്യങ്ങളൊക്കെ വെക്കിയിരുന്നു. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ദൈവത്തിന് ഇവർ കൊക്കക്കോള, പെപ്സി, പിന്നെ ചോക്കോപ്പൈ, കോഫി, ടീ ഇതൊക്കെയാണ് ആദ്യം സമർപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, അതായത് ഇന്നത്തെ ഡേ മൊത്തം നല്ലതായിരിക്കട്ടെ എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഇതെല്ലാം കൊടുത്തിട്ടാണ് ഇവർ ഡേ സ്റ്റാർട്ട് ചെയ്യണത്. നല്ല അടിപൊളി. മസാജൊക്കെ കഴിഞ്ഞു. അത്ര നല്ലതെന്നൊന്നും പറയാനില്ല. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു 10-ൽ 6.5 കൊടുക്കാനേ ഉള്ളൂ. പുള്ളിയുടെ പേര് മറന്നുപോയി. പക്ഷെ പുള്ളി നെതർലാൻഡ്സുകാരനാണ്. ആള് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മൊത്തം ഒറ്റയ്ക്ക് സൈക്കിളില് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും ഇന്നലെ വന്ന ബാമി കടയിൽ വന്നു. ഇപ്പൊ ഇവിടെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെക്കാട്ടും ക്യൂ ഉണ്ട്, അന്ന് അത്ര. അപ്പൊ ഇന്നലെ നമ്മൾ കഴിച്ച ബാമി തന്നെ ഇന്ന് വാങ്ങി. നമ്മളിത് വാങ്ങാൻ കാരണം ഇത് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇന്ന് ഇവിടെ നമ്മൾ ഫ്ലൈ ചെയ്യുകയാണല്ലോ, അപ്പൊ വിചാരിച്ചു എന്നാൽ ഒരിക്കൽ കൂടി ഇരുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന്. ഇനി നമ്മൾ വിയറ്റ്നാം എന്ന് പറയുമ്പോൾ ഇവരുടെ കോഫി കൾച്ചർ നല്ല അറിയപ്പെടുന്ന, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കോഫി കൾച്ചറാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇവരുടെ ശരിക്കും ഫേമസ് ആയിട്ടുള്ള കോഫിയൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ കഫേയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ വിചാരിച്ചത് ഒരെണ്ണം വിയറ്റ്നാമീസ് ട്രഡീഷണൽ എഗ് കോഫിയും ഒരെണ്ണം ഐസ്ഡ് എഗ് കോഫിയും വാങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ. ഇതല്ലേ ട്രഡീഷണൽ എഗ് കോഫി രണ്ടെണ്ണല്ലോ ഉണ്ട്. ഓ, ഐസ്ഡ് എഗ് കോഫി. യെസ് യെസ്. He's just confused. Hello, how are you? Can I get one Vietnamese traditional egg coffee and one iced egg cream coffee? Okay. The Vietnam traditional egg coffee is hot. Yes, and for the egg cream coffee, one hot and Yeah, one ice. corner. Yeah. Yes, hot. You can wait 10 minutes for hot. Yeah, no, if you love Yes, to wait upstairs. ready, right? Yeah, can we wait upstairs? Yeah. Or we can wait upstairs. When the device ringing, can come downstairs and Yeah. Yeah, plus yeah. Yes. One egg coffee hot and one the egg coffee. അങ്ങനെ നമ്മൾ മുട്ട കാപ്പി ഓർഡർ ചെയ്തു. ഈ കാപ്പിയിൽ അങ്ങനെ മുട്ട ഒഴിച്ചു എന്നല്ല, ഈ ഇൻഡോ ചൈന വാറിൻ്റെ സമയത്ത് ഇവർക്ക് പാലൊന്നും കിട്ടാണ്ടായിരുന്നില്ല. ഇവർക്കാണെങ്കിൽ കാപ്പി കുടിക്കും വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പാലിന് പകരം മുട്ടയുടെ മഞ്ഞക്കരു ബീറ്റ് ചെയ്ത് അതിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് ഒരു കാപ്പി ഉണ്ടാക്കി. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ വിയറ്റ്നാമിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റേഴ്സും അവിടെ ലോക്കൽ പീപ്പിളും എല്ലാവരും എഗ് കോഫി അഡിക്റ്റഡായി. നമ്മൾ രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട കാരണം നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് മറ്റേ സുമേഷ് രമേശ് റീല് ഷൂട്ട് ചെയ്തത്. കണ്ടാത്തവർ കണ്ടോക്ക്. ഇതാണ് ഹോട്ട് എഗ് കോഫി. നൈസ്. കോൾഡ്.
ഞാൻ ഹോട്ടലിൽ നിന്ന് കൊണ്ടു വന്നു. തിരിച്ചൊക്കെ പറയും. അതിനകത്ത് ഹോട്ട് എഗ് കോഫി കുടിച്ചു നോക്കാം അല്ലേ? ഇളക്കട്ടെ. ഇതൊന്നും ടേസ്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഇതാണ് എഗ്. എനിക്ക് തോന്നുന്നത് എഗ്ഗിൻ്റെ ഒരു ചെറിയ രുചിയുണ്ട്. പക്ഷെ എഗ്ഗും കാരമലും കൂടി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് നോക്കണതാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പം ഞാൻ മിക്സ് ചെയ്തു. എനിക്ക് തോന്നുന്നു അവര് മിക്സ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്യും. ഇത് കഴിച്ച് കഴിയുമ്പോൾ കഴിച്ച് കഴിയുമ്പോഴാണ് എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ്. ആഫ്റ്റർ ടേസ്റ്റ് വായലിങ്ങനെ എഗ്ഗിൻ്റെ ഒരു മറ്റൊരു ആകെ എഴുതാനായിട്ട് കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്? എനിക്കും വാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ? കോഫി ഇട്ട് കുടിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി പണ്ട് വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കോൾഡ് കേട്ടോ. ഇത് സാധാ കോഫി പോലെ തന്നെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് എഗ്ഗിന്റെ ഇതിരിക്കണത്. പക്ഷെ ഇത് തണുത്തത്. നന്നായിട്ട് ഇളക്കിയാൽ ഇത് താഴ്ത്തോട്ട് വരും. പക്ഷേ ഇത് സെയിം ടേസ്റ്റ് ഒക്കെ തന്നെ. ചൂടും തണുപ്പാന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ. ഹോച്ചിമിൻ സിറ്റീനെ പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിലും 3 ദിവസം കൊണ്ട് കാണാവുന്ന സാധനമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഡനാങ്ങിലേക്കാണ്. ഡനാങ് എന്ന് പറയുമ്പോൾ ഹോച്ചിമിൻ്റെയും ഹനോയുടെ നടുക്കുള്ള സ്ഥലമാണ്. വിയറ്റ് ട്രാവൽ എയർലൈൻസ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. 7 മണിക്ക് കയറിയ 8:30 നമ്മൾ ഡനാങ്ങിലെത്തും. ഡനാങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചൊരു നാട്ടുംപുറമൊക്കെയാണ്. പക്ഷേ അത് അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ആ ഇതൊക്കെ മാറി കിട്ടി. അതും ഡനാങ് എന്ന് പറയുന്നത് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ബിൽഡിങ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെ. പിന്നെ വെതറാണെങ്കിലും അടിപൊളിയാണ്. അധികം തണുപ്പില്ല, അധികം ചൂടും ഇല്ലാത്തൊരു ഏരിയ, കോസ്റ്റൽ ഏരിയ കൂടിയാണ്. പക്ഷേ ഇവൻ്റെ നമ്മളിപ്പോൾ ദനാങ്ങിൽ എത്തിയെങ്കിലും നമ്മളിപ്പോൾ ദനാങ് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയില്ല. ഇന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി. നാളെ നമ്മൾ ബാന ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകും. അത് ഇവിടെ നിന്ന് ഒരു 1-2 മണിക്കൂർ ട്രാവൽ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാന ഹിൽസൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ദനാങ്ങിൽ വന്നിട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വൈബാണ് നമ്മള് ശരിക്കും ഹോച്ചിമിനിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ ഈ വൈബ് ഇപ്പൊ ദനാങ്ങിലാണ് കിട്ടിയത്. മേ ബി ഹോച്ചിമിനിൽ എന്തിട്ടുണ്ടായെന്ന് വെച്ചാ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോ ഡിസ്ട്രിക്റ്റ് 1 എടുക്കാനാണ് അവർ പറഞ്ഞോടുന്നത്. അപ്പൊ നമ്മള് ഡിസ്ട്രിക്റ്റ് 1 ഹോട്ടൽ എടുത്തു. ബട്ട് പിന്നീടാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഡിസ്ട്രിക്റ്റ് 1 അധികം അങ്ങോട്ട് നടക്കണില്ല. മെയിൻ സിറ്റി വേറെ സ്ഥലത്തായിരുന്നു. അങ്ങനെ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സിറ്റിയുടെ ഇതായി, സിറ്റിയുടെ ഒരു വൈബുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു നമ്മൾ സ്കൈ ടെസ്റ്റ് കാണാൻ പോയപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്തത്. സ്കൈ ടെസ്റ്റ് കാണാനായിട്ട് പോയപ്പോഴാണ്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കിടന്നുറങ്ങി. നാളെ രാവിലെ തന്നെ നമ്മൾ ബാന ഹിൽസിലേക്ക് പോകും. ഇവിടെ നിന്ന് ഒരു 2-3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഈ ബാന ഹിൽസിൽ പോകുന്നത് തന്നെ എന്തിനാണ്? നമ്മുടെ അരുണിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. അപ്പോൾ അരുണിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വിയറ്റ്നാമിൻ്റെ ബെസ്റ്റ് സ്ഥലം ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് തോന്നിയ സ്ഥലമാണ് ബാന ഹിൽസ്. അവിടെ ഒരു ഹോട്ടലിലുള്ള അത് മെർക്യൂർ ഫ്രഞ്ച് വില്ലേജ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ 1 ഡേ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അരുണിൻ്റെ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ വിഷൻ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ വെതർ അനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് അടിപൊളി വെതറാണ് കിട്ടിയത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അത്രയുള്ളൂ. ടാറ്റാ.